ജീവിതം എങ്ങനെയാണ് സന്തോഷകരവും സുഖപ്രദവുമായി തീരുന്നത്? ഇന്ത്യയുടെ ചരിത്രത്തിലെ ഏറ്റവും വലിയ ചിന്തകന്മാരിൽ ഒരാളാണ് ചാണക്യൻ. അദ്ദേഹത്തിന്റെ ചാണക്യനീതി അന്നും ഇന്നും ലോകത്തിന് ഒരു മാർഗദർശകമാണ്. ഇന്ന് നാം സംസാരിക്കാൻ പോകുന്നത് ജീവിതത്തെ സുരക്ഷിതമാക്കുന്ന അല്ലെങ്കിൽ സന്തോഷപ്രദമാക്കുന്ന 4 തൂണുകളെ കുറിച്ചാണ്. ധർമ്മമില്ലാത്ത ജീവിതം തൂണില്ലാത്ത വീട് പോലെ എന്നാണ് ചാണക്യൻ. ധർമ്മം നമ്മെ ജീവിതത്തിൽ ഉറച്ചു നിർത്തുന്ന ആത്മബലമാണ്. ധർമ്മം എന്ന് പറയുന്നത് മതചടങ്ങുകൾക്ക് മാത്രമല്ല. സത്യസന്ധത, നീതി, കടമ നിറവേറ്റൽ, മനസാക്ഷിക്കനുസരിച്ചുള്ള തീരുമാനം, ഇതൊക്കെയാണ് ധർമ്മം എന്നുകൊണ്ട് ചാണക്യൻ ഉദ്ദേശിക്കുന്നത്. ഒരു ഗ്രാമത്തിൽ ഒരു ജഡ്ജിക്ക് സ്വന്തം മകന്റെ കേസാണ് വിചാരണയ്ക്ക് വന്നത്. തെളിവുകൾ പ്രകാരം കുറ്റക്കാരനാണെന്ന് വ്യക്തമായി ജഡ്ജി മകനാണെങ്കിലും നിയമപ്രകാരം ശിക്ഷ വിധിച്ചു. ധർമ്മം പാലിക്കാൻ സ്വന്തം ബന്ധങ്ങളെയും വിട്ടുകൊടുക്കാൻ തയ്യാറാകണം. ഓരോ തീരുമാനത്തിലും ഇത് ശരിയാണോ എന്ന് നാം സ്വയം നമ്മോട് തന്നെ ചോദിക്കണം. വ്യക്തിപരമായ നേട്ടത്തെക്കാൾ സമഗ്രമായ നേട്ടങ്ങൾക്കായിരിക്കണം മുൻഗണന. രണ്ടാമത്തത് അർത്ഥം. അർത്ഥം എന്നാൽ ധനം. ധനമില്ലെങ്കിൽ ധർമ്മവും നഷ്ടപ്പെടും, ബന്ധങ്ങളും നഷ്ടപ്പെടും. ധനം ശേഖരിക്കുന്നത് മാത്രം പോരാ, അത് എങ്ങനെ സംരക്ഷിക്കണം എന്നുകൂടി നാം അറിഞ്ഞിരിക്കണം. അതായത് ധനം സുരക്ഷയ്ക്കും സേവനത്തിനും മാത്രമല്ല, സ്വാതന്ത്ര്യത്തിനുള്ള വഴി കൂടിയാണ്. ഒരാൾ തന്റെ മുഴുവൻ വരുമാനവും വിനോദത്തിനും ആഡംബരത്തിനും ഉപയോഗിച്ചു. രോഗം വന്നപ്പോൾ സഹായിക്കാൻ ആരുമില്ല. സാമ്പത്തിക സുരക്ഷ ആരോഗ്യം പോലെ തന്നെ പ്രധാനമാണ്. അതായത് വരുമാനത്തിൽ നിന്ന് കുറച്ച് ശതമാനം നാം സേവ് ചെയ്യുക, അടിയന്തര ഫണ്ട് ഉണ്ടാക്കുക, ധനം നല്ല കാര്യങ്ങൾക്ക് വിനിയോഗിക്കുക, വിദ്യാഭ്യാസം, ആരോഗ്യ പരിപാലനം, കുടുംബ സുരക്ഷ മുതലായവ. 3ാമത്തെ ഘടകമാണ് കാമം. കാമം എന്ന വാക്ക് ഇവിടെ അനിയന്ത്രിത മോഹമല്ല, മറിച്ച് ജീവിതത്തിലെ സന്തോഷങ്ങൾ, ബന്ധങ്ങൾ, സ്നേഹം എന്നിവയാണ്. വലിയൊരു സാമ്രാജ്യം നേടിയ ഒരു രാജാവ് കുടുംബത്തോടും സുഹൃത്തുക്കളോടും ബന്ധം നഷ്ടപ്പെടുത്തി മരിച്ചപ്പോൾ ശവസംസ്കാരത്തിന് പോലും കുറച്ച് ആളുകൾ മാത്രം എത്തി. ബന്ധങ്ങളെ സംരക്ഷിക്കുക, കാരണം അവയാണ് നമ്മുടെ ജീവിതത്തിന്റെ ഊഷ്മാവ്. 4ാമത്തെ ഘടകമാണ് മോക്ഷം. മോക്ഷം ആത്മശാന്തിയും സ്വാതന്ത്ര്യവുമാണ്. ചാണക്യൻ പറയുന്നത് ആന്തരിക സൗഖ്യമില്ലെങ്കിൽ മനുഷ്യന് എന്തുണ്ടായിട്ടും യാതൊരു പ്രയോജനവുമില്ല എന്നത് തന്നെയാണ്. അതായത് പുറമേയുള്ള പ്രശംസ, അധികാരം എന്നിവയൊക്കെ താൽക്കാലികമാണ്. ആത്മസന്തോഷം മാത്രമാണ് സ്ഥിരം. ജീവിതം ശരിക്കും നല്ലതാവുന്നത് വലിയ വലിയ നേട്ടങ്ങൾ നാം നേടുമ്പോഴല്ല, മറിച്ച് ശരിയായ മൂല്യങ്ങളാൽ, സ്നേഹത്താൽ, ആത്മസന്തോഷത്താൽ നിറഞ്ഞിരിക്കുമ്പോഴാണ്.